സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പിശാച് ജനനേന്ദ്രിയത്തിനുള്ളിൽ ചുരുണ്ട് കിടക്കുമേ. ആ സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാചും കൂടെ ബന്ധപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഒരാളും അവിശ്വസിക്കാൻ പാടില്ല, ചെറിയ കാര്യമല്ല. അപ്പം മകൻ പിഴച്ചു പോവാൻ പൈശാചികത ഉണ്ടാകുകയാണ്. വിത്തിറക്കി അതിന്റെ കളകൾ നമ്മൾ നീക്കം ചെയ്യും അല്ലേ? വിത്തിന്റെ കളകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി, ഉള്ള വിത്ത് മനോഹരമാകുന്നതിന് വേണ്ടി. ഇത് കളയിലേക്ക് കൊണ്ടുവന്ന് കള കളയാതിരിക്കുകയാണ്, അതിലേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തുകയാണ്. ഇവിടെ പിശാചിന്റെ കുത്താണ് ഇവിടെ നടക്കുന്നത്. പിശാച് കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പിശാചിന്റെ പൈശാചികത ആ കുട്ടിയിൽ ഉണ്ടാവുകയാണ്. ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിത്തീരുകയാണ്. എന്താ, പിശാചിന് ഭാര്യമാരില്ലേ? പിശാച് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ നിൽക്കുന്നത്? ഭാര്യമാരുണ്ടല്ലോ. അതല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടതുകാല് വെച്ച് കയറുകയും നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺ പിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുന്ന മനുഷ്യൻ തലമറയ്ക്കുന്നതായ സഹോദരൻ സഹോദരി, ഇടതുഭാഗത്തിന്മേൽ ആസ്വദിച്ചുകൊണ്ട് വസ്ത്രം അല്പാൽപമായി മാറ്റിക്കൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോ നീ ചൊല്ലേണ്ടുന്നതായ പ്രാർത്ഥനയാണ് അങ്ങോട്ട് കടക്കുമ്പോ തന്നെ. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. അപ്പൊ പെൺപിശാചുക്കളുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധിക്കണേ, വേറെ ഒരു സ്ഥലത്തും പെൺപിശാചുക്കളെ തൊട്ട് കാവൽ തേടാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ബാത്റൂമിലല്ലാതെ, ടോയ്ലറ്റിൽ കിടക്കുമ്പോഴല്ലാതെ. എന്തുകൊണ്ട്? ടോയ്ലറ്റിൽ വലിയ വിഷയമാണ്. ഒരുപാട് ആളുകൾ അവിടെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പൊ മൊബൈലുമായിട്ട് എല്ലാവരും അങ്ങോട്ട് കയറുന്നു. എത്തിക്കാഫിന്റെ നിയ്യത്ത് അവിടെ ഇരുന്നുകൊണ്ട് റാഹത്തായിട്ട് ഇതെല്ലാം നോക്കുക. ഫേസ്ബുക്ക്, വാട്സാപ്പ്, രാവിലെ എഴുന്നേറ്റോണ്ട് മൊബൈലുമായിട്ട് അങ്ങോട്ട് പോവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇരിക്കാം, പത്രവും കൂടി എടുത്തുകൊണ്ട് പോവാം, സൗകര്യമായി. പല്ലവിടെ ഇരുന്ന് തേക്കുക ഒരിക്കലും പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ധൃതിയാണ്, സമയമില്ലല്ലോ. അപ്പൊ എല്ലാം കൂടി ഒറ്റയടിക്ക് എല്ലാം കഴിയും. അപ്പിയിട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിയും. അതിനുവേണ്ടി ധൃതി കാണിക്കാൻ വളരെ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. ഇതുവരെ ചെയ്യാത്തതാകുന്ന സഹോദരങ്ങളുണ്ടാകും, നിത്യമാക്കാത്തതായ ചെറുപ്പക്കാരുണ്ടാകും. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം നീ എത്രയോ രോഗികളെ മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ കാണാൻ നിനക്ക് സാധിക്കും. നഊദു ബില്ലാഹ്, മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാതെ തൂവിട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ആരോഗ്യ കാലഘട്ടത്തിൽ ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുമ്പോ സന്തോഷത്തോടുകൂടി പോകുന്ന സഹോദര, ഇടതുകാല് വെച്ചുകൊണ്ട് കയറണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ചെരുപ്പ് ധരിക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. തലമറക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇടത് ഭാഗത്തിന്മേൽ ചെരിഞ്ഞിരിക്കണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാത്തതാകുന്ന സഹോദര, പിശാചുക്കളെ തൊട്ട് കാവൽ തേടണേ റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പറയണം, നീ പറഞ്ഞേ പറ്റൂ. കാരണം മറ്റുള്ള രോഗികളാകുന്ന ആളുകളെക്കൊന്ന് കണ്ടെങ്കിൽ നീ ഉറക്കെ പറയും. ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മലവും അല്പമൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ, ട്യൂബിട്ടുകൊണ്ട് മൂത്രസഞ്ചിയിൽ നിന്ന് ട്യൂബിട്ടിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകൾ. എത്ര ആളുകളുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ഇതൊന്ന് പുറത്തിടാൻ വേണ്ടി. നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ചെന്നിരുന്നാൽ മതി, നീ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് പോവാൻ പരിപൂർണമായ രീതിയിൽ. അപ്പൊ നീ പറയേണ്ടതാണ്, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. അപ്പൊ പിശാചുക്കൾക്ക് ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്.
പിന്നെ എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? വിത്തിലവര് വിഷം ഇറക്കുകയാണ്, വിഷം നിറയ്ക്കലാണ്. ഇവൻ യഥാർത്ഥമാകുന്ന മുസ്ലിമാകരുത്, ഇവൻ മുഅ്മിൻ എന്ന നാമധാരിയാകണം, ഇവൻ കാഫിറിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ അവിശ്വാസത്തിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കണം, ഇവന്റെ മക്കളും വ്യഭിചരിച്ചുകൊണ്ട് നടക്കണം, ഇവൻ സിനിമ കണ്ടുകൊണ്ട് നടക്കണം, ഇവൻ സിനിമാ ലോകത്തേക്ക് വിഹരിക്കണം, ഇവൻ റിയാലിറ്റി ഷോകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം, ഇവൾ അന്യന്റെ കൂടെ ഒളിച്ചോടാനുള്ളവളാണ്. അതിനു വേണ്ടിയുള്ളതാകുന്ന പ്രവർത്തനം പിശാച് തുടക്കത്തിലേ നടത്തുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. അവിടെ തുടങ്ങണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഘട്ടം, പിന്നെ ഭാര്യ പാലിൽ കുങ്കുമപ്പം കലക്കിയിട്ട് കുടിക്കലല്ല വേണ്ടത്. ഗർഭസ്ഥ ശിശുവിന് കൊടുക്കേണ്ടത് തഖ്വയാണ്. ഖുർആൻ ഓതണം, കാരണം ശുദ്ധിയുള്ള കാലഘട്ടമാണത്. 9 മാസവും 10 ദിവസവും ശുദ്ധിയാണ് നിനക്ക് പെണ്ണെ, നിനക്ക് ശുദ്ധിയാണ്. അശുദ്ധി ഇല്ലാത്തൊരു സമയം തുടർച്ചയായി കിട്ടാൻ ഇതുപോലൊരു പെണ്ണിനെ സന്തോഷിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല. ഇബാദത്തിൽ മൊഴിയിൻ, ഖുർആനോദിൻ, വിക്ര ചൊല്ലിൻ, സ്വലാത്ത് ചൊല്ലിൻ, എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും, എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും. നീ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിനു വേണ്ടി, മഹത്തുക്കളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് നീ നല്ലതുപോലെ ഒരു ഖത്മ തീർക്കൻ. എൻ്റെ മക്കൾ സാലിഹാകണം, അവരെ പോലെ അസ്ഹാബുൽ ബദറിനെ പോലെ എൻ്റെ മക്കൾ സാലിഹാകണം, മുത്തുനബിയുടെ കുടുംബത്തെ പോലെ സാലിഹാകണം എൻ്റെ മക്കൾ. നല്ല നിയ്യത്തിൽ നീ യാസീനോദിൻ, ഖുർആനോദിൻ, ഖത്മ തീർക്കൻ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിൻ. ആ സമയത്ത് സിനിമയുടെയും സീരിയലിന്റെ ലോകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരിമാരൊക്കെ, എല്ലാവരും അതാണ്. ഇതിപ്പോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നു, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നു, ഗർഭിണിയാണ് ഭാര്യ, കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ? മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ, മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. എന്താ മനസ്സ് വിഷമിപ്പിച്ചാൽ എന്താ? മനസ്സ് വിഷമിച്ചാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവന്റെ ആരോഗ്യത്തിന് കേടാൻ, ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഇവളെ അടിക്കോ ഇടിക്കോ തൊഴിക്കോ ഒന്നും ചെയ്യരുത്. ചില കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് അത് മനസ്സിലായി തിരിയുന്നതാകുന്ന ഡോക്ടർമാർ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തും. ഇവളെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് കാലികമാകുന്ന അറിവ്, വളരെ ശ്രദ്ധിക്കേണ്ട അറിവാണ് ഈ പറയുന്നത്, ചെറിയ കാര്യമല്ല. മക്കളെ സാലിഹാത്ത് എന്താ ഉസ്താദെ? തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ട വെച്ചിട്ട് ഊതിയിട്ട് ഊതിയിട്ട് എന്തായാലും ചെയ്യേണ്ട കുറെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല, ചെയ്യാതെ നമ്മൾ കിടന്ന് വിലപിച്ചിട്ട് എന്താ കാര്യം? ഇവനെന്താ ഉസ്താദ് നന്നാകാത്ത? ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ട് ഓതാൻ വിട്ട്, അവിടെ വിട്ട് ഇവിടെ വിട്ട്, രക്ഷയില്ല. പാപ്പ ചെയ്യേണ്ട കുറെ പ്രവർത്തനം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാതെ പോയി. നിന്റെ വൈവാഹിക തലത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഉമ്മ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ ഒരു സാധാരണ സ്ത്രീയല്ല. ഇസ്ലാം അവൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ചെറുതല്ല. ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ ചെറുതാക്കിയല്ല കണ്ടത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ്. അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവരോട് പുറത്തു പോകാൻ പാടില്ല, അന്യരുമായി സംവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കാനുള്ള കാരണം, സംവദിക്കുമ്പോൾ മറയിൽ നിന്നുകൊണ്ട് സംവദിക്കണം, സംഭാഷണം നടത്തണമെന്ന് പറയാൻ കാരണം അവരുടെ സുരക്ഷിതത്വമാണ്, വേറൊന്നുമല്ല. കാരണം ഇന്ന് നടക്കുന്ന വ്യഭിചാരങ്ങളും ഇന്ന് നടക്കുന്ന പ്രേമവിവാഹങ്ങളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരിന്റെ അവസാന ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയാണ്. നമ്മളിലുള്ളതാകുന്ന സഹോദരിമാർ 40 കഴിഞ്ഞ സഹോദരിമാരൊക്കെ ഒളിച്ചോടാൻ നിൽക്കാൻ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുക അന്യമതത്തിനോടൊപ്പം. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളല്ല, അവർ കുടുംബത്തോടൊപ്പം ഇസ്ലാം മതത്തിലേക്ക് വരികയാണ്. കാരണം ഇസ്ലാം സമ്പൂർണ്ണമാണ്, ആ ഇസ്ലാമിൽ പരിപൂർണ സുരക്ഷിതത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവരെ ബോധമുള്ളവരാക്കി, അവരുടെ അവബോധ മനസ്സിനെ തൊട്ടുണർത്തി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ധാരാളം ആളുകൾ അങ്ങനെ കടന്നു വരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഉമ്മ ശ്രദ്ധിക്കണേ, ഉമ്മ ശ്രദ്ധിക്കണേ. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഉമ്മ ആരാണ്? ഉമ്മാരാണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉമ്മയാണ് കാര്യകർത്താവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടിലെ കാര്യകർത്താവ്, അല്ലേ? അവളാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങൾ ഭർത്താവ് കൊടുത്ത സമ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരും. അത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കാൻ പാടില്ല ഭാര്യ.
ഹലാലായ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ പാടുള്ളൂ. ഹറാമായ മാർഗത്തിലേക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാൻ പാടില്ല. ഭർത്താവും കൊടുക്കരുത്, ഭാര്യയും അതുപോലെ തന്നെ സാലിഹത്തായിരിക്കണം. വളരെയേറെ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവളായിരിക്കണം. മക്കളെ ശരിക്ക് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശു എന്തൊക്കെ കൊടുക്ക, എന്തൊക്കെ ഹൈറായ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതൊക്കെ നീ കഴിച്ചോ. നല്ല അനാർ വാങ്ങിച്ച് നീ കഴിക്ക്. കുട്ടി വെളുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവര് കുങ്കുമപ്പൂ അത് ഇട്ടിട്ട് പാലിൽ കലക്കി കുടിക്കുന്നു ചെയ്തു, അതിനൊന്നും തെറ്റില്ല. ഞാൻ ഒരിക്കലും അതൊന്നും തെറ്റായിട്ട് പറയല്ല, അതൊന്നും ഒരിക്കലും പ്രശ്നമല്ല. നല്ല നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കും. അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു, നല്ല ഉണക്കമുന്തിരി കഴിക്കുന്നു. കുട്ടി നല്ലതാകണം, നല്ല ആരോഗ്യമാണ്. ഡോക്ടർ പറയുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. വനിത മറ്റു മാഗസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ വല്ലതും ഉണ്ടോ? കുട്ടിക്ക് ആത്മീയമാകുന്ന ഒരു പോഷകം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കുട്ടിക്ക് ആത്മീയമായ ഒരു പോഷകാഹാരം ഉമ്മ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മയാണത് കൊടുക്കേണ്ടത്. കാരണം വാപ്പയുടെ കയ്യിൽ നിന്ന് പോയി ഉമ്മയുടെ ഉദരത്തിലാണുള്ളത്. 9 മാസം ഇനി അവിടെ രൂപപ്പെട്ടു വരിക. 4 മാസമാകുമ്പോഴേക്ക് അവന്റെ ശരീരത്തിലേക്ക് ആത്മാവുതപ്പെടുന്നു. ശരീരത്തിന്റെ വളർച്ച പരിപൂർണമായി എത്തുന്നു. ഒരു കുട്ടിയുടെ രൂപഭാവത്തിലേക്ക് മാംസക്കട്ടയിൽ രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, മാംസക്കട്ടയിൽ നിന്ന് മനുഷ്യ കോലത്തിലേക്ക് രൂപത്തിലേക്കും ഭാവത്തിലേക്കും 4 മാസമാകുമ്പോഴേ കുട്ടി രൂപപ്പെട്ടു വരുന്നു. അതിലേക്കാണ് ആത്മാവുതപ്പെടുന്നത്. 9 മാസമാകുമ്പോൾ എല്ലാം പൂർത്തിയായി. ആ കുട്ടി പുറത്തേക്ക് വരാൻ റെഡിയാകാൻ. കുട്ടി ഉള്ളിൽ നിന്നൊക്കെ കേൾക്കുക. ഉമ്മയുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് കുട്ടി വളരണം. ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പൊക്കിൾ കൂടി കണക്ഷൻ. ഉമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടിയെ അറിയും, കുട്ടിയെ സ്വാധീനിക്കുമെന്നാണ്. അതുകൊണ്ട് ഗർഭസ്ഥ ശിശു കുട്ടി ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ശരിക്ക് ഖുർആൻ ഓതട്ടെ. അങ്ങനെ ഒന്ന് ഓതിയൊരു കുട്ടി അവൻ സാലിഹാക്കാത്തുണ്ടെങ്കിൽ പറയും, പറ ഞാൻ ഇത്രയും ഖുർആൻ ഓതിയിട്ട് അവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ ഇത്ര ഹത്തം തീർത്തിട്ടുണ്ടെന്ന് പറയുന്ന ഉമ്മമാരുണ്ടോ? ഞാൻ ഇത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഇവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇത്ര നന്മ ചെയ്തിട്ടുണ്ട്. 4 മാസം കഴിയുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ, അവനെയും കൊണ്ടൊരു യാത്ര പോകും. എവിടെയാ പോകേണ്ടത്? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക്. പരിശുദ്ധമായ ഒരു ഉംറ നിർവഹിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ ദുആയിരക്ക് അല്ലാഹുവേ, സാമ്പത്തികമുള്ളവരുടെ കാര്യമായി പറയുന്നത്, അല്ല ടൂറ് പോവല്ല. ലുലുമാളെന്ന് കണ്ടേക്കാം, അമ്മച്ചി വയറും വെച്ചോണ്ട് അവിടെ കിടന്ന് തുള്ളുക, അവിടെ കറങ്ങുക. തിരുവനന്തപുരത്ത് ഒരു ലുലുമാൾ വരുന്നുണ്ട്, അത് കാണണം. അതിനുവേണ്ടി അവിടെ ഇപ്പോഴേ പോയി ക്യൂ നിൽക്കുക. ഇതാണ് കളി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിലൊന്നും ഒരു അർത്ഥമില്ല. നമുക്ക് ആഖിറം ലക്ഷ്യമാക്കണം, ആഖിറം ലക്ഷ്യം വരണം. കാരണം ഈ കുട്ടി സാലിഹാകണം, അത് നമ്മുടെ മർമ്മപ്രധാനമാണ്. ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. നമുക്കൊരു കുട്ടിയെ അള്ളാഹു നൽകി, ആ ഒരൊറ്റ കുട്ടി മതി രക്ഷപ്പെടാൻ. ഒരു കുട്ടി സാലിഹായിട്ടുണ്ടോ നീ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്ക്, കുട്ടി ഉറപ്പായിട്ടും സാലിഹാകും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ, ഹാലും മുർതഹീലുമാണ് സഹാബ. ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖത്മതാ ഇസ്തനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ചിട്ട് വീണ്ടും തുടങ്ങി വെക്കലാണ് സഹാബ, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ കൊടുത്തതാകുന്ന പരിശുദ്ധമായ ഖുർആൻ, വിശ്വാസികളുടെ കാറ്റലോഗ് എന്ന പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതായ പരിശുദ്ധമായ ഖുർആൻ കാഫിരീങ്ങളടക്കം ലോകത്തുള്ള സർവരോടും വെല്ലുവിളിച്ചില്ലയോ? ഈ പരിശുദ്ധമായ ഖുർആൻ
ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് തത്തുല്യമായി ഒരു സൂറത്തോ ഒരു ആയത്തോ നിങ്ങൾ കൊണ്ടുവരണേ. സാധിക്കില്ല. പരിശുദ്ധമായ ഖുർആനെ തത്തുല്യമായിട്ടെന്നവരെ ഒരാൾ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഫസാഹത്തും അതിന്റെ ബലാഗത്തും അത്രമേൽ വ്യാപ്തിയാണ്. ആ പരിശുദ്ധമായ ഖുർആനോദരാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ മകന് സാലിഹാകണം, എന്റെ മകന് ഹാഫിളാകണം, എന്റെ മകൻ ആലിമാകണം, പാരത്രിക ലോകത്ത് എന്റെ മക്കളെ കൊണ്ട് എനിക്ക് വിജയിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മകനെ ഗർഭസ്ഥ ശിശുവായി പടച്ചറമ്പ് നൽകിയപ്പോ ഖുർആൻ ഓതിക്കൊണ്ട് നീ മകനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിന്റേതാകുന്ന ഒരു കണക്ഷൻ, പൊക്കിൽ കുടി ബന്ധം നിന്റെ പ്രിയപ്പെട്ട കുട്ടിയിലേക്ക് അല്ലാഹു നൽകിയിരിക്കുകയല്ലയോ? നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കുട്ടിയിലേക്ക് എത്തുകയല്ലയോ? നീ ശ്വസിക്കുമ്പോൾ കുട്ടിയും അതിലൂടെ ശ്വസന പ്രക്രിയ നടത്തുകയല്ലയോ? നീ എന്തേ വിശുദ്ധ ഖുർആൻ നിന്റെ ശാസ്ത്രോച്ഛാസമാക്കാത്തത്? നീ വിക്രന്തേ, വിശുദ്ധമായ വിക്രന്തേ നിന്റെ ശ്വാസത്തിലൂടെ കടത്തിവിടാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ, സലാത്ത് അധികരിപ്പിക്കാത്തത്, സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കാത്തത്, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കുട്ടി സാലിഹാകണോ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കൊണ്ട് മദ്രസയെ കൊണ്ട് വിട്ടു, എൻ്റെ പള്ളിയിലെ ഉസ്താദിനോട് പറയും, ഉസ്താദ് ഒഴിച്ച ശരിയായില്ല ഏട്ടാ, ഓതിലേ അവനെ കണ്ടില്ല, അവനിങ്ങനെ കുരുത്തക്കേട് കാണിച്ചു. എന്താണ് ഇതിന് മുമ്പുള്ള കാര്യം ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, മകൻ റെഡിയാവും. ഇല്ലെങ്കിൽ പണി കൂടുതലുണ്ട്, നന്നാകത്തില്ല എന്നല്ല, പണി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എന്താ ഉസ്താദെ? അത് പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഇപ്പൊ പെട്ടിരിക്കുക ഉസ്താദെ, കാരണം ദേ ഇരിക്കുന്നുണ്ട് ഒരുത്തൻ, 25 വയസ്സായി, ദേ അടുത്തൊന്നും ഇരിപ്പുണ്ട്. ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? മക്കളായി, നമ്മളൊക്കെ ഇതിൽ നിന്ന് റിട്ടയർഡായി, എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ഉസ്താദ് എന്ന് കരുതിയിട്ടിരിക്കുന്നവരുണ്ടാവും. ഇവരെങ്ങനെ നന്നാവും എന്ന് കരുതിയിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. അതിനുള്ള വഴി പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മർമ്മപ്രധാനമായി എന്റെ മകൻ ഉമർ ബിൻ ഖത്താബിനെ പോലെ ആയില്ലല്ലോ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവരോടാ പറയുന്നത്, ആ കോലത്തിലാകണമെങ്കിൽ പണി ഇച്ചിരി കൂടുതൽ എടുക്കണം, അത് തുടക്കത്തിലേ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ ശരിയായേനെ. ഇനിയുള്ള യുവാക്കളുണ്ടാകുമല്ലോ, ചെറുപ്പക്കാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും, ഇനിയും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാം ഇതൊരു നിസ്സാര കാര്യമല്ല. നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനസ്സിലാക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും ദീനിന്റെ ഭാഗമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒളു എടുത്തുകൊണ്ട് ഭാര്യയെ നമ്മൾ സമീപിച്ചിട്ടുണ്ടോ? ആരാ അങ്ങനെ കടക്കുന്ന സമയത്ത് ഒളു എടുക്കുന്നത്? തങ്ങാൻ പോലെ ഭാര്യയെ തൊട്ട ഒളു മുറിയെന്നും പറയുന്നുണ്ട് മുസ്ലിയാര്. പിന്നെന്തിനാ ഇനിയിപ്പോൾ തൊടുന്നത്, ഒളു എടുക്കുന്നത്? അങ്ങനെയല്ല, ഒളു എടുത്തിട്ട് തന്നെ കിടപ്പറയിൽ വരണം. തൊടട്ടെ തൊടാതിരിക്കട്ടെ, അത് വേറെ വിഷയമാണ്. പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് അതാണ്. കിടപ്പറയിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഒളു വേണം. ആരോടെ ഒളു എടുക്കുന്നത്? ഒളു നിത്യമാക്കുന്നത് ആരാ ഉള്ളത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വർഗ്ഗം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു കെട്ടിടം കാണുകയാ. സുബ്ഹാനല്ലാഹ്, ആരുടെയാണ് ഈ കെട്ടിടമെന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇത് ബിലാൽ ഇബ്നു റബാഹിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് ബിലാലിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് കറുത്ത മുത്തിൻ്റെതാകുന്ന കൊട്ടാരമാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മിഅ്റാജ്
കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് സംഭവം വിവരിക്കുകയാണ്. കൂട്ടത്തിൽ കേട്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ് പൊട്ടിക്കരയുകയാണ്. തനിക്ക് ഇത്രത്തോളം വലിയ സന്തോഷമാകുന്ന വാർത്തയല്ലേ കിട്ടിയിരിക്കുന്നത്. സ്വർഗത്തിൽ മനോഹരമാകുന്ന കൊട്ടാരം, മാണിക്യത്താലുള്ള പവിഴത്താലുള്ളതാകുന്ന മുത്തിനാടുള്ള കൊട്ടാരം, കറുത്ത മുത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പണിതിരിക്കുന്നു എന്ന് കേട്ടപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനോട് ചോദിക്കുകയാണ്, ബിലാലേ പറയൂ ബിലാലേ, ഈ നിന്റെ കൂട്ടുകാരൊന്ന് കേൾക്കട്ടെ, നീ എന്ത് അമലാണ് പ്രത്യേകമായി ചെയ്തിട്ടുള്ളത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലേ പ്രത്യേകമായ അമലും എന്റെ ജീവിതത്തിലൊന്നുമില്ല. അവിടുന്ന് കാണുന്നത് പോലെ എന്റെ കൂട്ടുകാരെ ചെയ്യുന്നത് പോലെയല്ലാതെ, നമസ്കാരം നിലനിർത്തുന്നത് പോലെയല്ലാതെ മറ്റൊരു പ്രത്യേകമായ അമലും എനിക്കില്ല റസൂലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കൃത്യമായി എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്ക് മുഴക്കാൻ ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്. നിത്യമായി ഒളു എടുക്കുന്ന വ്യക്തിയാ. ഒളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ഒളുവിന്റെ സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അത് കാരണമായിട്ടായിരിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരിയാണ് ബിലാൽ, നീ പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ് ബിലാൽ. ആർക്കാണ് സഹോദരാ സഹോദരി ഇത് നിത്യമാക്കാൻ സാധിക്കുന്നത്? വളു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമസ്കാരത്തിന് വേണ്ടി മാത്രമാകരുത്. നിന്റെ ജീവിതത്തിന്റെ നാനോന്മുഖ മേഖലകളിലും എവിടെ പോയിരുന്നാലും, ഏത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നാലും 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കണേ. അതിനുവേണ്ടി വളു ചെയ്യണേ. വളു നിത്യമാക്കൽ ഏറ്റവും നല്ല കർമ്മമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. മുഅ്മിനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്തമമായത് അവന്റെ ആരോഗ്യമാണ്. സലിൽ അഫ്വ വൽ അഫിയ സദഖ റസൂലുള്ളാഹി. എപ്പോഴും ചോദിക്കേണ്ടതാണ്. അപ്പൊ വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇഖാമത്ത്. അശുദ്ധിയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളതെങ്കിൽ വേറെ ആരെയും ഇനി നോക്കി സമയം കളയണ്ട, ബാങ്ക് അവർക്ക് കൊടുക്കാമെന്നാണ്. കാരണം ബാങ്ക് ദിക്റിനാണ്, ദിക്റിന്റെ വാക്കുകളാണ്. അവരശുദ്ധിയാണ് എങ്കിലും കുഴപ്പമില്ല, ഖുർആനിക വചനമല്ലല്ലോ. അതുകൊണ്ട് അവർ തന്നെ വേഗം തന്നെ കൊടുത്തോട്ടെ. ഏറ്റവും ഉത്തമം പുരുഷന്മാരുണ്ടെങ്കിൽ അവർ തന്നെ വേണം. ശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർ തന്നെ. ആരും ഇല്ലാതായിപ്പോയി എന്നാൽ ഇവരും കൊടുത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് പുരുഷന്മാർ വരുമ്പോൾ 2ാമത് കൊടുക്കാം. 2ാമതല്ല, എത്ര വേണമെങ്കിലും കൊടുക്കാമല്ലോ. ബാങ്ക് ഇഖാമത്തെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പം മാത്രം വിളിച്ചിട്ട് നിർത്തേണ്ടതല്ല. കുട്ടി വലുതായി, അവൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കാണിക്കുന്ന സമയത്ത്, പൈശാചികത ഉളവാകുമ്പോഴൊക്കെ അവന്റെ കാതിൽ കൊടുക്കാം ബാങ്ക് എന്ന് ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മറദത്തുൽ ജിന്നി വൽ ഇൻസ്, പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ, പൈശാചികതകളൊക്കെ കുട്ടികൾക്കുണ്ട് എന്ന് ബോധ്യം വരുമ്പോൾ നമുക്കുണ്ടാ ചില രാത്രിയിൽ കുട്ടികൾ ഭയങ്കര കരച്ചില് നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കാത് ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ട് പതുക്കെ ബാങ്ക് കൊടുക്കുക. ചെവിയിൽ കൈവെക്കണമെന്നൊന്നുമില്ല, പതുക്കെ ബാങ്ക് കൊടുത്താൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കുക. വലിയ ഒച്ചയെ കൊടുത്തിട്ട് നമ്മളിവിടെ പള്ളി തുടങ്ങി എന്നുള്ള അയൽവാസികൾ തെറ്റിദ്ധരിക്കണ്ട. ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുക. കാരണം ചിലരങ്ങ് ഇത് കേട്ടിട്ട് ഭയങ്കര ബാങ്കുലി മത്സരം നടത്തും, ആകെ വിഷയവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ല, കുട്ടി നല്ല രീതിയിൽ പോവുക, എന്നാലും അവനെ കൂടെ അടുത്തിരുത്തിയിട്ട്, കൊച്ചു കുട്ടികളെ മടിയിലിരുത്തിയിട്ടൊന്ന് ബാങ്ക് കൊടുത്തേക്കുക, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം പിന്നെ ആയത്തുണ്ട്, വലത് കാതിൽ അവൻ ആയത്ത് ഓതി കൊടുക്കുക. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്, പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്. പൈശാചികതയെ തൊട്ട് പ്രയാസം കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന, കുരുത്തം കെട്ടതാകുന്ന പൈശാചികതയെ തൊട്ട് എന്റെ ഈ കുട്ടിയെ കാക്കണേ അല്ലാ. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിന്നെ അറിയുമെങ്കിൽ പിന്നൊരായത്ത് കൂടിയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് സുന്നത്താണ്, സൂറത്തുൽ ഖദ്ർ സുന്നത്താണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്,
സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഓതി കൊടുക്കൽ സുന്നത്താണ്. കാതിൽ ജനിച്ച കുട്ടിയുടെ കാതിൽ ഉടനെ തന്നെ. ഇതൊക്കെ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഗൾഫിൽ കിടക്കുന്നു, കുട്ടി പ്രസവിച്ച അൽഹംദുലില്ലാ എല്ലാവർക്കും കേക്ക് മുറിച്ച് റാഹത്തായിട്ട് കൊടുത്തു, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു പോത്തിനെ അറുത്ത് എപ്പോഴെങ്കിലും കൊടുക്കുക, അതിന് നീയത്തൊന്നുമില്ല, അങ്ങ് അറക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നീ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്ന ഘടകങ്ങളുണ്ട്. അത് 5 എണ്ണമാണ്. 5 കാര്യങ്ങൾ കുട്ടി ജനിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണേ. 1, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആര് ജനിച്ചാലും നിനക്ക് സന്തോഷമുണ്ടാവണം. ആൺകുട്ടി ജനിച്ചതിന്റെ മേൽ അമിതമായി സന്തോഷിക്കുകയും പെൺകുട്ടി ജനിച്ചതിന്റെ മേൽ ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ്. വിളിക്കുമ്പോഴേ ചോദിക്കും, കുട്ടി എന്താ സംഭവം, എന്താണ് സംഭവം? ഇന്നതാണ് പെൺകുട്ടി. ഇടങ്ങേറാണ്, കഴിഞ്ഞതും പെണ്ണ് ഇതും പെണ്ണ്, മൊത്തത്തിൽ ഇടങ്ങേറ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അത് ഇന്നും അങ്ങനെ നിലനിൽക്കുകയാണ്. പുരുഷന്മാരുടെ മുഖം ഇങ്ങനെ കറുക്കും. മുസ്വദ്ദൻ വജ്ഹുഹു വഹുവ കലീം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവിശ്വാസികളാകുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിന്റെ കത്തലങ്ങൾ ഉണ്ടായിരുന്ന നീരസമായിരുന്നു. സ്ത്രീകൾ ജനിച്ചാൽ വല്ലാതെ മുഖം കറുക്കുകയാണ്. മുസ്വദ്ദൻ വഹുവ കലീം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുഖം വല്ലാതെ കറുത്തിരുളുകയാണ്. സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അത്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ വേണ്ട വേണ്ട, സ്ത്രീകൾ ഒരു അപശകുനമായി, സ്ത്രീകൾ ഒരു ദുശകുനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുകയാണ്. സ്ത്രീകളെ കുഴിച്ചു മൂടരുതേ, അവർ അബലകളാണ്, ചപലകളാണ്. അവർ ഈ ദുനിയാവിൽ ജനങ്ങളുടെ വിളക്കാണ്. അവർ ഉമ്മമാരാണ്, അവർ മാതൃത്വത്തിന്റെ മഹിമ പേറുന്നവരാണ്. അവർ ഈ ലോകത്ത് നന്മയുടെ വക്താക്കളെ പ്രസവിക്കാനുള്ളതാണ്. ബഹുമാനപ്പെട്ട സാലിഹീങ്ങൾക്ക് ജന്മം നൽകാനുള്ളതാണ്. ഇമാം നവവി തങ്ങളെ പോലെ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അയിമ്മത്തുകളെ പോലെയുള്ളതാകുന്ന ആളുകൾക്ക് ജന്മം നൽകാനുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ കൊന്നുകളയരുതേ, അവരെ നിങ്ങൾ ക്രൂശിക്കരുതേ. അവർക്ക് വലിയ മഹിതമായ സ്വാതന്ത്ര്യം റസൂലുള്ളാഹി കൊടുക്കുകയാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം? ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പച്ചയോടുകൂടി ജീവനോടുകൂടി തന്നെ ജനിച്ചു വീണാൽ അത് പെണ്ണാണെന്നറിയുമ്പോൾ, തുണി പൊക്കി നോക്കിയിട്ട് പെണ്ണാണെന്നറിയുമ്പോൾ പച്ചയോടുകൂടി കുഴി കുഴിച്ചുകൊണ്ടതിലേക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായി നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ പ്രവാചകൻ വിമോചകനായി മാറിയത്, പ്രവാചകൻ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട വ്യക്തിയായി മാറിയത്. ആ പ്രവാചകൻ എങ്ങനെ അവന്റെ അനുയായി, മുത്തുനബിയുടെ അനുയായികൾ എങ്ങനെ സ്ത്രീ വിരോധിയായി മാറും? ഒരു പെണ്ണിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം തന്നെ നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ ആകരുത് നമ്മൾ. ഇന്നത്തെ സമൂഹം എങ്ങനെയാണ്? എങ്ങനെ വിടും? നമ്മൾ തന്നെ ഭാരിച്ച സംഭവമാക്കി വെച്ചു. സ്ത്രീധനം വലിയ സംഭവമാക്കി. മുസ്ലിം സമുദായത്തിലുള്ളത്. അന്യ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്രയില്ല, സ്ത്രീധനം വിപത്തവർക്കില്ല, ഇത്രയൊന്നുമില്ല. അവർക്ക് 2 ലക്ഷം ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാരണം സദ്യയാണ് റാഹത്തായ നിലയിൽ ചെറിയ രീതി. നമ്മൾ മട്ടൻ ബിരിയാണി, ഒള്ളി മട്ടൻ 35 ആടിനെങ്കിലും കുറഞ്ഞ് തറക്കണം. അതിൻ്റെ എല്ലിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വരിക്കണം. ഇതാണ് പരിപാടി. അതിന് അനിയൻ കടക്കണി കുടുങ്ങിയിരിക്കും. അവനെന്നാലും അവനോട് പറയും, നിന്റെ മകളുടെ കല്യാണത്തിന് മട്ടൻ തന്നെ വേണം കേട്ടാ. ക്യാക്ക് ഇങ്ങനെ വലിച്ച് കഴിക്കാനാ. അവൻ്റെ എല്ല് ഊരിക്കൊണ്ട് പോവുക. അല്ലാഹു ആക്കട്ടെ. ഇതാ സമൂഹത്തിൽ നടക്കുന്നത്. ശരിയല്ലേ? മട്ടൻ വേണം, ചിക്കൻ ഫ്രൈ വേണം, നൂഡിൽസ് വേണം, എല്ലാ പരിപാടിയും വേണം. ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകരുത്. അല്ലേ? ഇതായിപ്പോയി സമൂഹം. ലക്ഷക്കണക്കിന് രൂപകൾ, 10-25 ലക്ഷം രൂപയുണ്ടെങ്കിൽ പോലും ഹൈറായ നിരക്ക് എത്താത്ത ഒരു യുഗത്തിലേക്ക് ഈ സമൂഹം മാറിയില്ലയോ? നല്ല നിലയ്ക്ക് ഇവിടെ 100 പവനും കൊടുത്തു, വാഹനം കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ടാകും. എന്നാലും ബഹളം. ഈ അടുത്തും ബഹളം ഉണ്ടായില്ലേ നമ്മുടെ മഹല്ലുകളിൽ തന്നെ? എന്താ വിഷയം? വണ്ടി വേണം, ഇന്നോവ തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം. ചെറുക്കൻ്റെ കൂട്ടുകാർ വേറെ വണ്ടിയൊന്നും പറ്റൂല.
അവർ പറഞ്ഞ് ചെറിയ ആൾട്ടോ 800 നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം അത് തന്നെ കൊടുത്തു. വിവാഹം നടക്കണ്ടേ, അപ്പം എന്ത് ചെയ്യാ? വാശി പിടിക്കാൻ, വല്ലാത്ത വാശി. നഊദുബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. പെണ്ണിന്റെ വാപ്പയെ വല്ലാതെ ക്രൂശിക്കുന്നു, ഉമ്മയെ വല്ലാതെ ക്രൂശിക്കുന്നു, നിർബന്ധം ചെലുത്താൻ. മകള് മുഖേന കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഓഹരി ചോദിച്ചുകൊണ്ട് നിൽക്കാൻ. 100 പവൻ കൊടുത്തു, നല്ല വാഹനം കൊടുത്തു, 10 സെന്റ് സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എന്നാ വാപ്പ എന്നെ വീടും വെച്ച് തന്നേക്ക് 2 പേരാ. ഇല്ല, ഇത്ര ആയില്ലേ? ഇതാ കളി. ഇനി 2 നില വീടും കൂടി വാപ്പ എന്നെ വെച്ച് തന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളുണ്ടാവും, അതും കൂടി വാപ്പ വന്ന് കെട്ടിച്ചു വിട്ടേക്ക്. വാപ്പാക്ക് ജീവനുള്ള കാലത്തോളം വാപ്പ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. ഇതാ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്, റിയലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേശങ്ങളിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അല്പ സാമ്പത്തികം ഉള്ളവൻ വല്ലാതെ ക്രൂശിക്കപ്പെടുന്നു, വല്ലാതെ പ്രയാസപ്പെടുന്നു. ഗൾഫിലാണെങ്കിൽ അവനൊന്ന് നാട്ടിൽ വന്ന് കാലുകുത്തി ഒരു 10 ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവനിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കഷ്ടപ്പാട് തന്നെ, പുറകെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഭാര്യ തന്നെ പറയും, ഇക്കെന്തിനാ തിരിച്ചു വന്നത്? ലീവ് നിൽക്കുന്ന പൊയ്ക്കോ, തിരിച്ചു വയ്ക്കോ, അവിടെ തന്നെ തിരിച്ചുവിടാൻ. 5 വർഷം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, എന്നാൽ തിരിച്ചു വരാം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു, പോരാ, ഇളയവളെയും കൂടെ വിടണം. ഗൾഫിൽ തന്നെ പോയിന്നോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചുവിടുന്നു. 25 വർഷം കഴിഞ്ഞാൽ അയാളോട് പറയും, നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയോട് പൂർത്തിയാക്കണം, ഒക്കെ പോയി നിൽക്ക്. 30 വർഷം കഴിഞ്ഞാൽ വന്നാലും പറയും, മൂത്തവളുടെ കുട്ടി ഇതാ ഇപ്പൊ അടുത്ത് വിവാഹത്തിന് ടൈം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ എത്തിയിട്ടുണ്ട്, പൈസ വല്ലതും വേണോ? ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് വാ. ഇങ്ങനെ അദ്ദേഹത്തെ ക്രൂശിക്കുക. ഒരു മേഖലയും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഗൾഫ് മേഖലയൊക്കെ മൊത്തവും ബുദ്ധിമുട്ടാണ്, എല്ലാം ക്രൈസിസുകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. മൊത്തത്തിൽ എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ്. സൗദിയിലുള്ള ഒരു സഹോദരൻ ഇന്നും അദ്ദേഹം നാട്ടിൽ വന്നു, ഇക്കാമയുടെ പ്രശ്നം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടാൻ. ഗവൺമെന്റ് വല്ലാതെ ശക്തമായ രീതിയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള മുഴുവൻ ആളുകൾക്കും പ്രയാസം അനുഭവിക്കാൻ. എല്ലാവരും തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയൊക്കെ പ്രതിസന്ധിയാണ്. നാട്ടിലുള്ള ജോലി തന്നെ മാന്യമായ രീതിയിൽ നോക്കി, ചെറിയ ബിസിനസ് ആണെങ്കിലും കുടുംബത്തെ ഹൈറായ നിലയ്ക്ക് പോറ്റിക്കോളി. ഒരുപാട് ദൂർത്തും ദുർവയൊന്നും വേണ്ട, ഇനി നല്ലതുപോലെ കുറച്ച് ജീവിച്ചോളി. എന്റെ ഭർത്താവിന് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ ക്രൂശിക്കാതെ മാന്യമായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളി. ഒതുങ്ങിക്കഴിയണം. ഇനി ഒരുപാട് ദൂർത്തും പൊങ്ങച്ചൊന്നും കാണിച്ച് ഗരിമഞ്ഞടച്ച് കിടക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞ്, അതിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ്, ആ യുഗം കഴിഞ്ഞു. നീ ശ്രദ്ധിക്കണം.